ഹലോ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനിയൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ വന്നിട്ട് ഇന്നലെ ഒരു 3:30 ആകുമ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്നപ്പോഴുള്ള വീഡിയോ ഒക്കെ എടുത്തതാട്ടോ ഞാൻ. അപ്പോൾ മക്കൾ രണ്ടാളും ട്യൂഷന് പോയിക്കാണ്. പൈസയും ഉണ്ണിമോളും അവർക്ക് പോകണം തന്നെ ഇല്ല കേട്ടോ, മാമ വരുന്ന കാരണം. 8 മണി വരെ ട്യൂഷൻ ഉണ്ട്, എന്നാലും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും വിളിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞോള് ഇങ്ങനെ മാമായുടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഫൈസി ട്യൂഷന് പോകുമ്പോൾ പറഞ്ഞു, കുഞ്ഞോളിലൊക്കെ ഭാഗ്യം മാമാൻ്റെ കൂടെ ഒക്കെ ഇരിക്കാലോ കളിക്കാലോ എന്നൊക്കെ പറയാട്ടാ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ ട്യൂഷന് പോയത്. അപ്പോൾ അവന് അവിടെ നിന്നിട്ട് നേരം പോക്കൊന്നുമില്ല വീട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് പോരുണ്ണേ, 2 ദിവസമൊക്കെ ഇവിടെ നിൽക്കുക, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വായോ എന്നൊക്കെ പറഞ്ഞപ്പോഴേ അവൻ വിളിച്ചപ്പോൾ വന്നതാട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, വിളിക്കൊന്നും വേണ്ട, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരിക, അവിടെ നിന്നൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ അവൻ വന്നപ്പോൾ ഇത്തിരി ചിക്കനൊക്കെ മേടിച്ചു. പിന്നെ കൂടുതൽ കൂട്ടാൻ വെച്ചത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊന്ന് മേടിച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൂടുതൽ പൊരിച്ചതുണ്ട്, പക്ഷെ കൂടുതൽ പൊരിച്ചത് ഇത്തിരി കരിഞ്ഞ് പോവുകയും ചെയ്തു കേട്ടോ. മസാല ഇത്തിരി കൂടിപ്പോയി, അപ്പോൾ കരിഞ്ഞു. അപ്പോൾ ഇത്തിരി ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ എന്താ കുരുമുളക് ഇങ്ങനെ പൂത്ത പോലെ ഇങ്ങനെ അയക്കണി. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഒന്ന് അരിച്ചിട്ട് ഒന്ന് അരയ്ക്കാൻ വിചാരിച്ചു. പിന്നെ ചിക്കൻ പൊരിച്ചത് നല്ല എരിവായിട്ടാണ്, കൂട്ടാനും നല്ല എരിവായി. അവനാച്ചെങ്കിൽ എരിവ് അടുത്ത് കൂടെ പോകാൻ പറ്റില്ല, അപ്പത്തിനും കണ്ണുനൊക്കെ ഇങ്ങനെ വെള്ളം വരും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പണിയിലാണ്. ഒപ്പം അവിടെ തിരുമ്പണമുണ്ട്. ഇപ്പോൾ വെള്ളം അടിച്ചിട്ടുണ്ട്. 2 ദിവസമായി നമ്മളവിടെ വെള്ളം വന്നിട്ട്, ഡാമിലെ വെള്ളം. അപ്പോൾ ഇപ്പോൾ വെള്ളം അടിച്ചപ്പോൾ കുറച്ച് തിരുമ്പാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒപ്പം ഇങ്ങനെ തിരുമ്പണുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇത്തിരി എടുത്ത് പൊരിക്കുകയാണ്. കോഴിക്കാലിൻ്റെ ഉണ്ണിക്കുള്ളതാട്ടോ, എൻ്റെ ആങ്ങളയ്ക്കുള്ള കോഴിക്കാൽ. അപ്പോൾ മസാല പരത്തിയത് ഞാൻ എന്താ വെച്ചെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. മുളകൊക്കെ ഒന്ന് ചുട്ടിട്ട് കുരുമുളകൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒന്ന് അരയ്ക്കാമെന്ന് വിചാരിച്ചു. പെരുംജീരകവും പിന്നെ കറുവാപ്പട്ട ഗരം മസാലയുടെ അത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്നൊക്കെ മേടിച്ച് കൊടുന്നതാണ്. പിന്നെ ഓയിൽ കഴിഞ്ഞൊക്കെ ആയിരുന്നു. നിങ്ങൾക്കറിയാലോ ഇന്നലത്തെ ഞാനത്തൊക്കെ വീഡിയോയിൽ ഓയിലൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. ഓയിലിന് ഭയങ്കര ചിലവാട്ടോ അവിടെ. എന്താ വെച്ചെങ്കിൽ ഈ പൊരിക്കൽ തന്നെയല്ലേ, എന്താ പറയുക, മീൻ പൊരിക്കൽ, ചിക്കൻ പൊരിക്കൽ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ദോശ ചുടുമ്പോഴൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് അതിലേക്കൊക്കെ ഞാൻ ഓയിൽ തന്നെ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് വേഗം അങ്ങോട്ട് കഴിയും. അങ്ങനെ ഓയിലൊക്കെ പൊട്ടിച്ച് വെച്ചു. അപ്പോൾ ഞാൻ ഇവന് വന്നിട്ടൊന്ന് വീഡിയോ എടുത്താട്ടെ. അപ്പോൾ അവ സിനിമ കാണാണ്, ഹൃദയം സിനിമല്ലേ, മോഹൻലാലിൻ്റെ മകൻ്റെ. അപ്പോൾ അതിരുന്ന് കാണട്ടെ. അപ്പോൾ ഞാൻ അവനോട് പറയടാ, ഞാൻ ഈ പടം ഞാൻ ഫുള്ളായിട്ട് കാണാക്കി പറ്റിയിട്ടില്ല പറയണേ. അപ്പോൾ അവൻ പറയാം, എന്നാൽ ഇവിടെ വന്നിരുന്ന് സിനിമ കാണുക പറയാ. നണക്ക് എന്താ അവിടെ പണിയോളുണ്ട് പറഞ്ഞപ്പോൾ അവൻ പറയാം, ഓ എപ്പോഴും പണിയോളാ, സിനിമ കണ്ടുകൂടെ, അടിപൊളി പടാന്നൊക്കെ പറയാട്ടാ. പിന്നെ പണിയോൾ എടുക്കണ്ടേ, പണിയോളില്ലാണ്ട് സിനിമ കാണണം വെച്ചെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം. അത് ഞാൻ അവനോട് പറഞ്ഞു കേട്ടാ. തിയേറ്ററിൽ പോകുക വെച്ചെങ്കിൽ നമുക്ക് ഇൻ്റർവെല്ലിന് മാത്രം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ പരസ്യ ഇൻ്റർവെല്ലല്ലേ, അങ്ങനെ വന്നാൽ പിന്നെ ബാക്കി ഇരുന്ന് കാണുക. അങ്ങനെയാണ് ഫുള്ളായിട്ട് സിനിമ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കുടുംബത്തിൽ ഇരുന്നിട്ട് ഒരു സിനിമ കാണാൻ പറ്റില്ല ഉണ്ണിയെ പറയുകയാണെങ്കിൽ. ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. ഇക്ക പിന്നെ സിനിമ ഏത് നല്ല അടിപൊളി സിനിമ വെച്ചെങ്കിൽ പിന്നെ അവിടെ നിന്ന് നീക്കില്ല കേട്ടോ, കഴിയാണ്ട് പിന്നെ നീച്ച് വരികയില്ല. അതങ്ങനെ ഇവനും ഭയങ്കര ഇഷ്ടം കേട്ടോ, സിനിമയ്ക്കൊക്കെ പോകാനും. സിനിമ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫോണിലൊക്കെ ഓരോ സിനിമ ഒക്കെ കിട്ടിയിട്ട് കാണുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത് നോക്കി, നല്ല മഴ പെട്ടെന്നുണ്ട്, മഴ വരുന്നു, നല്ലൊരു മഴ പെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് മഴ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ മഴയൊക്കെ ഒന്ന് പെയ്തപ്പോൾ അവനൊന്ന് ഫോട്ടോ എടുത്തതാണ്. പിന്നെ അവൻ്റെ ഈ ഫോണിൽ ഐഫോണല്ലേ, അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ എന്താ എല്ലാവരും നല്ല ഭംഗിയാട്ടോ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ തംബ്നെയിലിൽ വെച്ച ഫോട്ടോ അവ ഈ ഫോണിൽ എടുത്തതാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഒരു തത്തമ്മൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അത് അങ്ങനെ കാണാനില്ലേ, പളിങ്ങി ഇരിക്കട്ടെ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, താത്ത നമുക്ക് ആ തത്തമ്മേനെ കിട്ടുമോ, പിടിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവന്. അങ്ങനെ കുറേ തത്തമ്മ വന്നിരിക്കുക ആ കായക്കൊല തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എന്താ കാട്ടുന്നത് വെച്ചെങ്കിൽ, എന്താ ചപ്പാത്തിക്ക് മാവ് കുഴക്കട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു, ചപ്പാത്തി ഉണ്ടാക്കിക്കോ, ചോറ് ഇരിക്കുന്നുണ്ട്, എന്നാലും ചപ്പാത്തി ലേശം ഉണ്ടാക്കിക്കോ പറഞ്ഞു. അപ്പോൾ കറണ്ട് ഇല്ല ഇവിടെ. കറണ്ട് ആ മഴ പെയ്തപ്പോൾ പോയതാട്ടോ. കറണ്ട് എപ്പോഴാണെന്നറിയോ വന്നേക്കണ്, കുറേ കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ചപ്പാത്തി പരത്തുമ്പോഴും ചപ്പാത്തി ചുടുമ്പോഴും ഒന്നും ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ കത്തണ ഒരു ബൾബൊക്കെ ഉണ്ട്, അത് കാരണം ഇത്തിരി വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്കതാ ചൂടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തപ്പോൾ കാട്ടിച്ചെങ്കിൽ പാൻ അങ്ങോട്ട് ചൂടാണാട്ടി മുന്നേ അങ്ങോട്ട് ദോശ ചപ്പാത്തി അങ്ങോട്ട് ഇട്ടു. പിന്നെ അത് പൊള്ളയ്ക്കണില്ല. അപ്പോൾ ഞാനൊക്കെ എന്താ കാട്ടിയത്, അത് ചൂടാവണ്ടേ എന്നിട്ടല്ലേ അത് ഇടുക പറഞ്ഞപ്പോൾ ഇക്കൊക്കെ തിരക്കായി എപ്പോഴും. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ മേടിച്ച് ചുട്ടുവിട്ടാം. അങ്ങനെ ഇക്കൊക്കെ നിന്ന് കാല് കഴിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ചപ്പാത്തി പരത്തിയ കോലാണ് ഇപ്പോൾ ഈ കണ്ടത്. അപ്പോൾ ഉണ്ണി ഇതവിടെ ഇരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ട്യൂഷൻ കഴിഞ്ഞിട്ടൊക്കെ വന്നു കേട്ടോ.
അപ്പോൾ എന്തൊക്കെയോ ചായക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാമയും കുട്ടികളും കൂടിയിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അങ്ങനെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കൂല കേട്ടോ. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ സങ്കടം വരിക കേട്ടോ. നമുക്ക് അതൊക്കെ ഓർമ്മ വരികയാണ്. അങ്ങനെയൊക്കെ നല്ല സന്തോഷമായി ഇന്നലെ വന്നപ്പോൾ. കുട്ടികൾക്കും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ വെക്കാമല്ലോ, വീഡിയോ എപ്പോഴും ഉണ്ടാവുമല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമൊക്കെ ചെയ്യാമല്ലോ അല്ലേ. അങ്ങനെ അപ്പോൾ ഞാൻ ചപ്പാത്തി ചൂടാട്ടോ. അപ്പോൾ ഇക്കടയ്ക്ക് നിന്ന് ഞങ്ങൾ മേടിച്ചൊക്കെ അവിടെ പോയിക്കോ, ഞാൻ എന്നെ ചുട്ടുകൊണ്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ആണുങ്ങൾക്ക് അടുക്കള പണിയിലൊന്നും അധികം ക്ഷമയില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ അങ്ങോട്ട് നിൽക്കും, പിന്നെ അവർക്ക് മുള്ളുത്തി തുടങ്ങി, അപ്പോൾ പിന്നെ പോട്ടാ. നമുക്ക് പിന്നെ ക്ഷമ ഉണ്ട്, അടുക്കള കാര്യങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഭയങ്കര ക്ഷമയാണില്ലേ. അങ്ങനെ കുറച്ചങ്ങോട്ട് ചുടാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ ചുട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയുടെ കയ്യിൽ ഉമ്മ ഷെയ്ക്ക് അടിച്ചിട്ട് കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച കാരണം അത് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ കുഞ്ഞോള് കാട്ടു നോക്കി തണുപ്പാറാൻ വേണ്ടിയിട്ട് ആറ്റുക. അപ്പോൾ ഞാൻ ആറ്റണം നോക്ക്, എവിടേക്കാണ് പോകണോക്ക്, ഇതിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് ഒക്കെ നിലത്തേക്കാൻ പോയി. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് എന്ത് പണി കാട്ടി എൻ്റെ മുഖത്തേക്കാൻ നോക്കുകയാണേ. എന്നിട്ട് അതൊക്കെ തുടച്ച് വൃത്തിയാക്കി. പണിയുടെ ഇടയിൽ ഒരു പണി തന്നതപ്പോൾ എൻ്റെ കുഞ്ഞോള്. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി. അപ്പോൾ കറണ്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ മുകളിൽ സിറ്റ് ഔട്ടിൽ വന്ന് നിൽക്കുക, ഇങ്ങോട്ട് തുറക്കാറേ ഇല്ല. അപ്പോൾ ഇപ്പം വന്നിട്ടാണ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കണത്, എൻ്റെ ഉണ്ണി വന്നിട്ട്. അല്ലാണ്ട് ഈ ഭാഗത്തേക്ക് വരേ ഇല്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, കറണ്ടൊന്നും ഇല്ലല്ലോ, ഇവിടെ ഇരുന്നാൽ നല്ലൊരു വൈബല്ലേ. വൈകുന്നേരം നേരം മൂന്തിയാവുക, സമയം കുറേ ആയിട്ടുണ്ട് കേട്ടോ. നല്ല മഴക്കാറ് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ മേല് കഴുകലൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ മുടിയൊക്കെ കെട്ടി കൊടുത്ത് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കുഞ്ഞോളെ പിന്നെ എത്ര കെട്ടി കൊടുത്താലും അതിൻ്റെ മുടി ചപ്പറക്കാളിയായിട്ട് നിൽക്കും. അങ്ങനെ ഇക്കയും കയറി വന്നിട്ട്, ഇക്ക റോട്ടിലിരുന്നു. അപ്പോൾ ഇക്ക വന്നു, എല്ലാവരും കൂടി കുറച്ച് നേരം സിറ്റ് ഔട്ടിലിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ താഴത്തേക്ക് ഇറങ്ങി. പിന്നെ ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല, ചിക്കൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കുക, നന്നായി മസാലയൊക്കെ ആയിക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് പൊരിക്കണം. അങ്ങനെ ഒരുപാട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഒരു വിമാനമൊക്കെ പോവുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവന് ഉണ്ണി പറയുക എത്ര വിമാനം അവിടെ കണ്ടിരിക്കുന്നു ഗൾഫിൽ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നല്ല ഇതിൽ വിമാനമൊക്കെ ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഈ ഇതിന് വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റുമോ വെച്ചിട്ടോ. അപ്പോൾ അവൻ ഇടുക്കി ഡാമൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അവന്. ഇങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ കണ്ടു എന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു. അവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കറണ്ട് വന്നപ്പോൾ അതിന് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു. പിന്നെ ചിക്കൻ അവിടെ പൊരിക്കാനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളും ഒക്കെയും കൂടിയിട്ട് എന്തൊക്കെ വർത്താനങ്ങൾ പറയുന്നുണ്ട്. ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ പിന്നെ എന്നെ കണ്ടിട്ടില്ല നിങ്ങൾ, ഞാനിങ്ങനെ വീഡിയോ എടുക്കല്ലേ, ഒരേ പണിയുടെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുക്കും. അപ്പോൾ എന്നെ കാണാൻ പറ്റണില്ല അല്ലേ. അങ്ങനെ എന്താ ചിക്കൻ പൊരിക്കുകയാണ് കേട്ടോ. ചിക്കൻ ഞാൻ പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല നേരത്തെ, ഇപ്പോൾ ചിക്കൻ പൊരിക്കുന്നുള്ളൂ. ചട്ടി വെച്ച് ചൂടാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചൂടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ പോയത്. അപ്പോൾ ചൂടായതിന് ശേഷം ഓയിലൊക്കെ ഒഴിച്ച് ചിക്കൻ ഇങ്ങനെ ഓരോന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മ കടുമാങ്ങ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വീട്ടിൽ കടുമാങ്ങ കണ്ടിട്ട് എൻ്റെ ചക്കര വന്നില്ലേ, എൻ്റെ കുഞ്ഞിപ്പാടെ മോനാണ് കേട്ടോ. അവനക്കത് കണ്ടിട്ട് വയയിൽ വെള്ളം വന്നു അത്രേ. അവൻ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, കമൻറ്റൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ ആങ്ങളമാരുണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താ വെച്ചെങ്കിൽ എൻ്റെ കുഞ്ഞിപ്പാടെ മോളുടെ കല്യാണം ഇപ്പം അടുത്ത് കഴിഞ്ഞില്ലേ, അപ്പോൾ എന്താ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവർ, ആദ്യമേ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ എല്ലാവരെയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ ചക്കര ഗൾഫിൽ നിന്ന് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിൽ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണേ. പിന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ട്. ലൈക്കാണ് ഏറ്റവും കുറവ്, എനിക്ക് ലൈക്ക് ചെയ്യണില്ല ആരും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. നിങ്ങളുടെ കമൻറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിക്കാനായി. ചിക്കനൊക്കെ പൊരിച്ചു. ഉണ്ണിക്ക് ഞാനൊരു കോഴിക്കാല് വെച്ചിട്ടുണ്ട്, ചപ്പാത്തിയും കഴിച്ചു. ഞാൻ പറഞ്ഞു കുറേശ്ശെ ചോറും കഴിക്കട്ടുണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചോറും കുറഞ്ഞേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉമ്മ കടുമാങ്ങ കൊടുത്തേച്ചിട്ടുണ്ടല്ലോ, അതും കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നു. ഇവർക്ക് ഞാൻ വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചപ്പാത്തി മതി എന്നാണ് പറഞ്ഞത്. കുട്ടികളൊന്നും ചോറൊന്നുമില്ല കേട്ടോ. ഞാൻ ഇക്കാനെ കൊണ്ട് ഉണ്ണിനെയും കൊണ്ട് ഞാൻ എന്താ ചോറും ലേശം കഴിപ്പിച്ചു. അങ്ങനെ ചിലപ്പോൾ എനിക്ക് കമൻറ്റ് വരും കേട്ടോ, എന്താ ബിരിയാണി വെക്കാഞ്ഞെന്ന്. ബിരിയാണി വെക്കാഞ്ഞത് വേറെ ഒന്നുമല്ല, എനിക്ക് അത്ര നന്നാക്കി അങ്ങോട്ട് വെക്കാൻ അറിയില്ല. ചിലപ്പോൾ കുളമായാലോ, പിന്നെ അവനൊന്നും കഴിക്കാൻ പറ്റില്ല. അതാട്ടോ ഞാൻ വെക്കാഞ്ഞത്.
ഇൻഷാല്ല നമുക്ക് ഒരു ദിവസം ഒന്നുകൂടി വിളിച്ചിട്ട് നന്നായിട്ട് ബിരിയാണിയൊക്കെ വെക്കണം, അല്ലെങ്കിൽ എവിടെ മേടിച്ചിട്ടെങ്കിലും കൊടുക്കണം ഒരു ദിവസം. അവ ഇടയ്ക്ക് വരും തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു, എല്ലാവരും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കിടക്കാൻ പോവാട്ടെ. അപ്പോൾ മുകളിൽ പൈസയും മാമയും കൂടിയിട്ടാണ് കിടക്കണത്, രണ്ടാളും കൂടിയിട്ട്. അപ്പോൾ മുകളിൽ ഇപ്പോൾ മഴയൊക്കെ ആയ കാരണം അധികം ചൂടൊന്നും ഉണ്ടാവില്ല, എന്നാലും അവന് ചൂടെടുത്തു എന്നൊക്കെ പറഞ്ഞു കിട്ടുന്നല്ലേ. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയി. അപ്പോൾ ഇതാ രാവിലത്തെ വിശേഷമായിട്ട്, ഇന്നത്തെ രാവിലത്തെ അവൻ നേരത്തെ നീച്ചു, പിന്നെ അവൻ ചായ കുടിക്കുക, കൂളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുകയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ മാമനെ കൊണ്ടാക്കി കൊടുക്കണം സ്കൂളിലേക്ക്. അപ്പോൾ അവൻ ചായ കുടിക്കുന്നുണ്ട്, ആ കുട്ടികൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീർദോശയും ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവൻ മണലത്ര സ്കൂൾ കണ്ടിട്ടില്ല, അപ്പോൾ ഫൈസിക്ക് അറിയാമെന്നൊക്കെ പറയാം. അപ്പോൾ അവൻ പോകുമ്പോൾ നല്ല ഹാപ്പിയാണ്. ഫൈസിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ, മാമ ഇല്ലാത്ത കാരണം. ഇനി അവൻ ഇടയ്ക്കൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ വീഡിയോ. കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ആങ്ങളെ വന്നപ്പോൾ എനിക്ക് സന്തോഷമായിട്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അങ്ങനെ നിങ്ങളുടെ കമൻറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇനിയിപ്പോൾ പോസിറ്റീവ് ആയാലും വേണ്ടില്ല, നെഗറ്റീവ് ആയാലും വേണ്ടില്ല, നമുക്ക് എല്ലാം നേരിട്ട് അങ്ങോട്ട് മുന്നേറി പോകാമല്ലേ. ഞാൻ വീഡിയോ നിർത്തണ കാര്യം ഞാൻ വീഡിയോയിൽ പറയില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒരു കുഴപ്പമില്ല വെച്ചെങ്കിൽ നമുക്ക് വീഡിയോ ഇങ്ങനെ അങ്ങോട്ട് പോവാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ.